വളരെയധികം പഴക്കമുള്ള ഒരു വീട്. അവിടെയാണ് ഈ കഥ നടക്കുന്നത്. രാവിലെ 5 മണിക്ക് മുൻപേ ലക്ഷ്മി എഴുന്നേൽക്കും. എന്നിട്ട് അടുക്കളയിലേക്ക് കുതിക്കും. ചായക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. ചോറുകലം വെന്തു തുടങ്ങും. വീട്ടിലെ എല്ലാവരുടെയും ദിവസം തുടങ്ങുന്നത് ലക്ഷ്മിയുടെ ഉറക്കം അവസാനിച്ചിട്ടാണ്. ഭർത്താവ് രമേശ്, മക്കൾ +2 പഠിക്കുന്ന അഞ്ജലിയും 9ാം ക്ലാസ്സുകാരൻ അഖിലും. അമ്മേ, ഉപ്പ് കുറവാ. അമ്മേ, എൻ്റെ ഷർട്ട് എവിടെ? അമ്മേ, വൈകുന്നു. രാവിലെ വീട് ശബ്ദങ്ങളാൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ലക്ഷ്മി അധികം സംസാരിക്കാറില്ല. പറയാൻ പഠിച്ചാൽ അവൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു. അവളുടെ ഭർത്താവൊരു കുടിയനായിരുന്നു. ലക്ഷ്മിയുടെ രഹസ്യം: വീട്ടിലെ എല്ലാവരും പോയാൽ വീട് ശാന്തമാകും. അവൾ പിന്നെ മുകളിലെ അലമാര തുറക്കും. അതിനുള്ളിൽ ഒരു പഴയ ഡയറി, മഞ്ഞ നിറം പിടിച്ച പേപ്പറുകൾ. അവയിൽ ലക്ഷ്മിയുടെ കൈയെഴുത്ത്. ഇന്ന് വീണ്ടും അവൻ അടിച്ചു. എൻ്റെ കുഞ്ഞ് പേടിച്ചു കരഞ്ഞു. ഞാൻ പഠിക്കണമെന്ന ആഗ്രഹം ഇന്നും ചോറുകലത്തിൽ വീണു മുങ്ങി. ഞാൻ ഒരാളായിരുന്നോ, അതോ വെറും ഭാര്യയോ? ഡയറി അടച്ച് അവൾ കണ്ണീർ തുടക്കും. വീണ്ടും അടുക്കളയിലേക്ക് മടങ്ങും. പുറത്തേക്ക് വരാതെ വേദന. രമേശ് നല്ല ഭർത്താവല്ല. മദ്യപാനം, അല്പാൽപം ക്രൂരത, പിന്നെ നീ വീട്ടമ്മയാണ് എന്ന സ്ഥിരം വാക്കുകൾ. ലക്ഷ്മി സഹിച്ചു. മക്കൾക്കായി, സമൂഹത്തിനായി, വീട് തകരരുത് എന്ന പേടിക്കായി. പക്ഷേ ഒരു ദിവസം അഞ്ജലി പറഞ്ഞു, അമ്മേ, നിങ്ങളെപ്പോലെ ഞാൻ ജീവിക്കില്ല. അന്ന് ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരുപാട് നാൾ അടച്ചിട്ടിരുന്ന ഒരു വാതിൽ. ഒരു രാത്രി രമേശ് അമിതമായി കുടിച്ചു വന്നു. വാക്കുകൾ കത്തിയായി മാറി. കൈ ഉയർന്നു. അഞ്ജലി മുന്നോട്ട് വന്നു. അമ്മയെ തൊടരുത്. ആ നിമിഷം ലക്ഷ്മി ആദ്യമായി രമേശിൻ്റെ കണ്ണിൽ നോക്കി. ഭയത്തോടെയല്ല, തീരുമാനത്തോടെ. അന്ന് രാത്രി ലക്ഷ്മി വീട്ടിൽ നിന്ന് പോയില്ല. പക്ഷെ ഒരു തീരുമാനം അവൾ എടുത്തു. 2 ദിവസം കഴിഞ്ഞ് രമേശിനൊരു നോട്ടീസ് കിട്ടി. കോടതി നോട്ടീസ്. വീട്ടമ്മയായ ലക്ഷ്മി ഇത്ര വർഷം വക്കീലിനെ കണ്ടിരുന്നു. രഹസ്യമായി തയ്യാറാക്കിയിരുന്നു. ഡയറി വേദനയുടെ കഥ മാത്രമായിരുന്നില്ല, തെളിവുകളായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഫോട്ടോകൾ, സാക്ഷ്യങ്ങൾ. രമേശ് വിറച്ചു. അവസാനം കോടതി പറഞ്ഞു, ലക്ഷ്മിക്ക് സ്വതന്ത്ര ജീവിതം. വീട് അവൾ വിട്ടു, പക്ഷേ ജീവിതമല്ല. ഇപ്പോൾ അവൾ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ ജോലി ചെയ്യുന്നു. അവളുടെ ഡയറി ഇപ്പോൾ മറ്റു സ്ത്രീകൾക്ക് ധൈര്യത്തിൻ്റെ പുസ്തകമാണ്. കഥയുടെ അവസാനം അവൾ പറയുന്നു, ഞാൻ വീട്ടമ്മ ആയിരുന്നു, പക്ഷെ ഞാൻ മൗനമായിരുന്നില്ല. എനിക്ക് സമയം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ.